മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ്. കഴിഞ്ഞ എപ്പിസോഡിൽ RSSൻ്റെ 100 വർഷത്തെക്കുറിച്ച് ഒരു നൂറ്റാണ്ടിൻ്റെ പഥസഞ്ചലനം എന്ന ശീർഷകത്തിൽ നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പറഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ മണ്ണിൽ രൂപീകൃതമായതിൻ്റെയും 100ാം വാർഷികമാണ്. അത് സംബന്ധിച്ച ഒരു വിശകലനം കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇന്ന് നടത്താമെന്ന് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സോഷ്യലിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ സാമൂഹ്യ വ്യവസ്ഥയുടെ അടിത്തറ എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് അധ്വാനിക്കുകയും ആ അധ്വാനത്തിൻ്റെ അളവിനനുസരിച്ച് ഉപഭോഗം നടത്തുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് സോഷ്യലിസം. അതും കടന്നാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന, യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിൽ ഇതുവരെ ഒരു കമ്മ്യൂണിസം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കമ്മ്യൂണിസ്റ്റ് ലോകത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് അധ്വാനിക്കുകയും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപഭോഗം നടത്തുകയും ചെയ്യുന്ന സമൃദ്ധമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് കമ്മ്യൂണിസം. ഇതുവരെയും ലോകത്തങ്ങനെ ഒരു നാട്, ഒരു സാമൂഹ്യ വ്യവസ്ഥ രൂപപ്പെട്ടിട്ടില്ല. റഷ്യയിൽ പോലും ഉണ്ടായിട്ടില്ല, ഇപ്പോൾ ചൈനയിൽ ഒട്ടുമില്ല എന്നുള്ളതൊക്കെ അനുഭവമാണ്. എന്തായാലും മനുഷ്യനെ ചൂഷണം ചെയ്യാത്തൊരു സാമൂഹ്യ വ്യവസ്ഥ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന തത്വം. അതിൻ്റെയിൽ രൂപം കൊള്ളുന്നത് 1925 അതിനു മുമ്പേ 1920 ഒക്ടോബർ 17 സോവിയറ്റ് റഷ്യയുടെ ഭാഗമായിരുന്ന താഷ്കൻഡിൽ വെച്ച് മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും ഇന്ത്യക്കാരനും ബംഗാളിയുമായ മാനവേന്ദ്രനാഥ് റോയ് MN റോയുടെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയുണ്ടായി. ഇതിനെയാണ് ഇന്നത്തെ CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, യഥാർത്ഥത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണമായി അംഗീകരിക്കുകയും അതുകൊണ്ട് അവർ 1920 രൂപീകരണ വർഷം എന്ന് അംഗീകരിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദേശത്ത് വെച്ച് താഷ്കൻഡിൽ വെച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചെങ്കിലും 1920കളുടെ തുടക്കത്തിൽ തന്നെ നിരവധി കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഉയർന്നു വരാൻ തുടങ്ങി. അതിലേറ്റവും പ്രധാനമായിട്ട് ബോംബെയിൽ SA ഡാംഗയുടെ നേതൃത്വത്തിലും, കൽക്കട്ടയിൽ മുസഫർ അഹമ്മദിൻ്റെ നേതൃത്വത്തിലും, മദ്രാസിൽ M ശിങ്കാരവേലു ചെട്ടിയാരുടെ നേതൃത്വത്തിലും, ലാഹോറിൽ ഗുലാം ഹുസൈൻ്റെ നേതൃത്വത്തിലും ഒക്കെ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ രാജ്യമെമ്പാടും വളർന്നു വരാൻ തുടങ്ങി. ഇങ്ങനെ MN റോയിയുമായി ബന്ധം സ്ഥാപിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകളെല്ലാം കൂടി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടി ഒത്തുചേർന്നാണ് 1925 ഡിസംബർ 25 മുതൽ 28 വരെ UPയിലെ കാൺപൂരിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ CPI രൂപീകരിക്കുന്നത്. ഈ രൂപീകരണ വർഷമാണ് CPM അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ 5 വർഷത്തെ വ്യത്യാസം ഈ രൂപീകരണ കാര്യത്തിൽ അതിലും തർക്കമായി കിടക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് കോളനി ഭരണം തുടരുന്ന കാലത്താണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് കോൺഗ്രസിൻ്റെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ ആവശ്യപ്പെട്ടു. മൗലാന ഹസ്രത്ത് മൊഹാനിയും സ്വാമി കുമാരാനന്ദും ചേർന്ന് പൂർണ്ണ സ്വരാജ് പ്രമേയം 1921 അലഹബാദ് കോൺഗ്രസിൽ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ആ പ്രമേയം കോൺഗ്രസ് തള്ളി. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതോടുകൂടി ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാവാൻ തുടങ്ങി. ഇതിനെ തുടർന്ന് 1928-29 കാലത്തിൽ ബോംബെ, ബംഗാൾ എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് തുണിമിൽ സമരം, ടെക്സ്റ്റൈൽ സമരം നടന്നു. ബംഗാളിലാണെങ്കിൽ റെയിൽവേ തൊഴിലാളികളുടെ സമരം നടന്നു. ഇങ്ങനെ തൊഴിലാളി മുന്നേറ്റം ഈ 1921 ശേഷം ഇന്ത്യയിലെമ്പാടും ഉണ്ടാകാൻ തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇങ്ങനെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വ്യാപിക്കുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അതിൻ്റെ അപകടം മണത്തെറിഞ്ഞു. ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയെല്ലാം ഇതിൻ്റെ ഭാഗമായി
രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഗൂഢാലോചന കേസുകൾ എടുക്കുകയുണ്ടായി. 21-33 കാലഘട്ടത്തിൽ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയെല്ലാം ജയിലിലടച്ചു. ഈ കാലഘട്ടത്തിലാണ് മീററ്റ് ഗൂഢാലോചന കേസ്, പെഷവാർ ഗൂഢാലോചന കേസ്, ലാഹോർ ഗൂഢാലോചന കേസ്, കാൺപൂർ ഗൂഢാലോചന കേസ്, ഇങ്ങനെ നിരവധി ഗൂഢാലോചന കേസുകൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കെതിരെ ബ്രിട്ടീഷ് സർക്കാർ ആരോപിച്ചു. അവരെല്ലാം ജയിലിലടച്ചു. എങ്കിലും അണ്ടർഗ്രൗണ്ടിൽ ഒളിവിൽ പ്രവർത്തനം തുടർന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിൽ നടത്തിയ പ്രവർത്തനം. 29-30 കാലത്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന മഹാദാരിദ്ര്യം ലോകത്താകെ പടർന്നു പിടിക്കുന്നത്. ഈ കാലത്ത് പോലും സോവിയറ്റ് റഷ്യ 1917 ലെനിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന സോവിയറ്റ് റഷ്യ പിടിച്ചു നിൽക്കുകയും വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു. ഇതോടെ സോഷ്യലിസത്തെക്കുറിച്ചും മാർക്സിസത്തെക്കുറിച്ചുമുള്ള പ്രസക്തി ലോകത്താകെ വർദ്ധിക്കുകയും അത് ഇന്ത്യക്കാർക്ക് ആവേശം നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ കോൺഗ്രസ്സിലെ ഇടതുപക്ഷക്കാരുടെ സംഘമായിരുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് രൂപപ്പെട്ടു വന്നു. അതിൽ സജീവമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുത്തു. തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, കർഷകർ, എഴുത്തുകാർ, ബുദ്ധിജീവികൾ എന്നിവരെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ബഹുജന സംഘടനകളെ രൂപീകരിച്ചു. എന്നിട്ട് ഗ്രാമങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യാപിപ്പിക്കാൻ ഇറങ്ങിച്ചെന്നപ്പോഴാണ് ഇവിടെ വർഗവും വർണ്ണവും, നേരത്തെ ഞാൻ പറഞ്ഞു വർഗ സിദ്ധാന്തത്തിൽ അടിസ്ഥാനപ്പെട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം, അതിൻ്റെ ആശയ അടിത്തറ കിടക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ ഈ വർഗവും വർണ്ണവും തമ്മിൽ കൂടിക്കുടഞ്ഞ് കിടക്കുകയാണ്, കെട്ടുപിടഞ്ഞ് കിടക്കുകയാണെന്ന പ്രതിഭാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചറിയുന്നു. അങ്ങനെ വന്നപ്പോൾ ഈ അയിത്തജാതിക്കാർ, ജന്മി സമ്പ്രദായം നിലനിൽക്കുന്നതുകൊണ്ട് ഒരു വിഭാഗത്തെ കൂലിയുടെയും വേലയുടെയും അടിസ്ഥാനത്തിൽ അയിത്തജാതിക്കാരായി കണ്ടു. അവരുടെ ോട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വെച്ച് പുലർത്തുന്ന ഫ്യൂഡൽ അവശിഷ്ടം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇത് ലോകത്ത് മറ്റിടത്തുമില്ല. ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടവണ്ണം അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇതുതന്നെയാണ്. ആദ്യം പരിഹരിക്കേണ്ടുന്ന പ്രശ്നവും ഇതുതന്നെയായിരുന്നു. എന്തായാലും കോൺഗ്രസ്സിലെ വലതുപക്ഷം സമ്മർദ്ദം ചെലുത്തി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പുറത്തിറക്കി. ഇതിനെ തുടർന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഒന്നാകെ ചില സംസ്ഥാനങ്ങളിൽ, ജില്ലകളിലും പ്രദേശങ്ങളിലുമൊക്കെ പൂർണ്ണമായി CPIയുടെ ഘടകമായി മാറി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകമായി രൂപാന്തരം പ്രാപിച്ചു എന്നാണ്. 1939 രണ്ടാം ലോകം മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യൻ ജനപ്രതിനിധികളുടെ അനുമതിയില്ലാതെ തന്നെ ഇന്ത്യ യുദ്ധത്തിൽ കക്ഷി ചേരുകയാണ് ഉണ്ടായത്. CPI എന്നാൽ ഈ യുദ്ധത്തിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് സർക്കാർ CPIക്കാരെ എല്ലാം പിടിച്ച് വീണ്ടും ജയിലിലടച്ചു. എന്നാൽ 1941 ജൂൺ 22 ജർമ്മനി ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ഈ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു. അപ്പോൾ ഇത് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള യുദ്ധം എന്നുള്ളതിലുപരി ഒരു ഫാസിസത്തിനെതിരായ യുദ്ധമായി ഇത് മാറുകയാണ്. അങ്ങനെ ഫാസിസത്തിനെതിരായ യുദ്ധമായിട്ട് CPI ഇതിനെ കാണുകയും അങ്ങനെ ഒരു പ്രമേയം അംഗീകരിക്കുകയും ചെയ്തു. പ്രധാനമായിട്ട് അവർ കണ്ടത് ലോക വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനമായ റഷ്യയെ സംരക്ഷിക്കണം. ഇതിനുവേണ്ടി അമേരിക്ക, ബ്രിട്ടൻ എന്ന സഖ്യശക്തികളുമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജർമ്മനിക്കും ഫാസിസ്റ്റ് ശക്തികൾക്കും എതിരായിട്ടുള്ള പോരാട്ടം തുടരണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ആഹ്വാനം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതിനിടയിൽ തന്നെ ജപ്പാൻ അധിനിവേശം ഇന്ത്യയിലേക്ക് കടന്നു വന്നു. സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നുള്ള മുദ്രാവാക്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചു. ക്വിറ്റ് ഇന്ത്യ സമരം എന്നറിയപ്പെടും 1942. അപ്പോൾ ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യകക്ഷികളെ ദുർബലപ്പെടുത്താനേ ഈ ക്വിറ്റ് ഇന്ത്യ സമരം ഇപ്പോൾ ഉപകരിക്കൂ എന്നാണ് CPI അതിനെ കണ്ടത്. അതുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തെ CPI എതിർത്തു. അത് നിലവിലെ പൊതു സാഹചര്യത്തിന് യോജിച്ചതല്ലെന്നാണ് അന്ന് കണ്ടെത്തിയത്. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങളാകെ കൊളോണിയൽ വാഴ്ചയ്ക്കെതിരായിട്ട് സ്വാതന്ത്ര്യ വാഞ്ഛ
പ്രകടിപ്പിച്ച് രാജ്യത്താകമാനം പടർന്ന് പന്തലിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ പൊതുവികാരം മനസ്സിലാക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് സ്വാതന്ത്ര്യാനന്തരം ഇത് തിരുത്തി. ഇങ്ങനെ ഈ ആദ്യമെടുക്കുന്ന നിലപാടുകൾ തെറ്റുവന്ന് വീണ്ടും തിരുത്തുന്ന സമ്പ്രദായങ്ങൾ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് നേതാക്കൾ ഈ സമയത്ത് ജയിലിലടയ്ക്കപ്പെട്ടു. ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്തെങ്കിലും ഈ കോൺഗ്രസ്സുകാരെ മോചിപ്പിക്കാനായി കമ്മ്യൂണിസ്റ്റുകാരും ആത്മാർത്ഥമായി പരിശ്രമിച്ചു എന്നുള്ളതാണ്. ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരു ധാരണയിൽ പോകുന്ന കാലത്താണ് ജപ്പാനു വേണ്ടി യുദ്ധത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വിഭവസമാഹരണം നടത്താൻ വേണ്ടി ഒരു ഭക്ഷ്യക്ഷാമം ഇന്ത്യയിൽ ഉണ്ടായി. അത് ബംഗാൾ ഭക്ഷ്യക്ഷാമം എന്ന് അറിയും. 1944 ജപ്പാനുമായുള്ള സഖ്യകക്ഷി യുദ്ധത്തിൻ്റെ വിഭവങ്ങൾ സമാഹരിക്കുക എന്നതിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തത്. ഈ ക്ഷാമകാലത്ത് ധാന്യങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും പൂഴ്ത്തിവെച്ച കച്ചവടക്കാരെയും ജന്മിമാരുടെ ഇടയിൽ നിന്ന് സാധനങ്ങൾ കൊള്ളയടിച്ചും സമാഹരിച്ചും സാധാരണ ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്തിറങ്ങി. ഈ സമയത്ത് വലിയ ജനപ്രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായത്. യുദ്ധാനന്തരം കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ മുന്നേറ്റങ്ങൾക്ക് ആക്കം കൂടുകയും ചെയ്തു. 1946 പോസ്റ്റ് ഓഫീസ് റെയിൽവേ ജീവനക്കാരുടെ വ്യാപകമായ സമരമുണ്ടായി. ബോംബെയിൽ നാവിക കലാപമുണ്ടായി. അതിനുശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ് എന്നതാണ് കണ്ടത്. ഇതോടുകൂടി പ്രാദേശികമായി ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്, കേരളം, മഹാരാഷ്ട്ര, ബംഗാൾ, ആസാം, ത്രിപുര എന്നിവിടങ്ങളിൽ ഇടതുപക്ഷ സ്വാധീനം കാര്യമായ തോതിൽ വർദ്ധിക്കുകയുമുണ്ടായി. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ പലയിടത്തും ഈ ഇന്ത്യയിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വിഭജിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ കേരളം, ബംഗാൾ, ത്രിപുര, ആന്ധ്രയിൽ വിജയത്തിനടുത്ത് വരെ എത്തിയതാണെങ്കിലും അത് പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പ്രാദേശികമായിട്ട് സംസ്ഥാന സർക്കാരുകൾ രൂപീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് നാം കണ്ടത് ബംഗാളിലും ത്രിപുരയിലും അതിദയനീയമായ അടുത്ത കാലത്ത് പതിറ്റാണ്ടുകളുടെ ഭരണം നിലനിന്ന ഭരണങ്ങളെ തൂത്തെറിഞ്ഞുകൊണ്ട് അവിടെ BJP സർക്കാരുകൾ അല്ലെങ്കിൽ തൃണമൂൽ സർക്കാർ ബംഗാളിലും BJP ത്രിപുരയിലും അധികാരത്തിൽ വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ കേരളത്തിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടത് നേതൃത്വത്തിനുള്ളത്. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടയിൽ CPIയിൽ തർക്കമില്ല. ആരെയാണ് മുഖ്യ ശത്രു എന്നുള്ള കാര്യത്തിലുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. CPI കോൺഗ്രസിനോടൊത്ത് ചേർന്ന് പ്രവർത്തിക്കണമെന്നുള്ള ദേശീയ ബൂർഷ്വാസിയുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നുള്ള നയം സ്വീകരിക്കുന്നതാണ്. പിളർപ്പ് കാലത്ത് തന്നെ അതൊരു പിളർപ്പിൻ്റെ അടിസ്ഥാന കാരണവും തന്നെയായിരുന്നു. പക്ഷേ CPMൽ ഇപ്പോഴും ആ ഒരു തർക്കം തുടരുകയാണ്. ആരാണ് മുഖ്യ ശത്രു, കോൺഗ്രസ് ആണോ BJP ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കമില്ല. അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യശത്രുവായി ആര് വരുന്നു? നേരത്തെ യുദ്ധകാലത്ത് ഹിറ്റ്ലർക്കെതിരായിട്ട് ഫാസിസത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ആ എതിർപ്പ് നിലപാട് സ്വീകരിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിലും യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് CPM വന്നുപെട്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ CPM ഇനിയും അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇനിയും അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്ന ജാതി ഉന്മൂലനം ഇനിയും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. കാരണം വർഗപരമായ മനുഷ്യനെ ഏകീകരിക്കണമെങ്കിൽ ഈ ജാതി ഉന്മൂലനം നടന്നേ പറ്റൂ. വർഗപരമായ വിശകലനവും ഏകീകരണവും മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധ്യമാവുക. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫാക്ടറിയിൽ പ്രവർത്തിക്കേണ്ട രണ്ട് മൂലകങ്ങൾ വർഗങ്ങളാണ്, മുതലാളി വർഗവും തൊഴിലാളി വർഗവും എന്നുള്ള വ്യവസ്ഥയിൽ അടിസ്ഥാനം. പക്ഷേ ആ തൊഴിലാളി വർഗത്തെ ഇന്ത്യയിൽ രൂപപ്പെടുത്തുന്നതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ജാതി വ്യവസ്ഥ അത് ഉന്മൂലനം ചെയ്യാനുള്ള പ്രായോഗിക പ്രവർത്തനങ്ങളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ കഴിയൂ. അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ ഒരവസ്ഥ. അപ്പോൾ നമ്മളിവിടെ താരതമ്യം ചെയ്യേണ്ടത് 1925 രൂപീകൃതമായ RSS ഏതാണ്ട് 70 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയിൽ അധികാരത്തിലേക്ക് വന്നു.
എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാകട്ടെ അധികാരത്തിൽ ഔദ്യോഗികമല്ലെങ്കിലും ആദ്യത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരുന്നു. എ കെ ഗോപാലനായിരുന്നു പ്രതിപക്ഷ നേതാവ്. പക്ഷേ പിന്നീട് വ്യാപകമായി വളർന്നു വരേണ്ടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പടവലങ്ങ പോലെ താഴോട്ടാണ് വളർന്ന്. അതിൻ്റെ എല്ലാം കാര്യകാരണങ്ങളെക്കുറിച്ച് ഇപ്പോൾ വിശദമായി ചർച്ച ചെയ്യേണ്ടതില്ല. അത് പ്രയോഗത്തിൽ വരുത്തുന്നതിൻ്റെ പ്രശ്നങ്ങൾ. കാരണം ലാൻഡ് ലോഡ്സായിരുന്നു, ഭൂപ്രഭുക്കളായിരുന്നു കൂടുതലും ഇതൊക്കെ സംഘടിപ്പിക്കാൻ. മദ്രാസിൽ നിന്നുള്ള ശിങ്കാരവേലു ചെട്ടിയാർ മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ളത്. അപ്പോൾ ഈ ഭൂപ്രഭുത്വത്തോട് സന്ധി ചെയ്യുന്ന നേതൃത്വം ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്നതിന് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി അവശേഷിക്കുന്നു. രാജ്യത്ത് വളർന്നു വരാനോ അധികാരത്തിൽ വരാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ആശയം ലോകത്താകെ തന്നെ ഒരു ജനാധിപത്യ പ്രസ്ഥാനമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളായി മാറിക്കഴിഞ്ഞു. അത് കാലഹരണപ്പെട്ടുവെന്ന് പല ചരിത്രകാരന്മാരും പറഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും വേര് പിടിക്കാത്ത അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം. അത് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കേണ്ട ബാധ്യതയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിനാണുള്ളത്. അതിനാവശ്യമായ ഗൃഹവൃത്തികൾ, ഹോംവർക്കുകൾ ചെയ്തുകൊണ്ട് മാത്രമേ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.